വിഷ്ണുശാലിനിയുടെ കമ്മിങ് സൂൺ പ്രൊമോയിൽ അങ്ങനെ സത്യഭാമയെ അറസ്റ്റ് ചെയ്യാനുണ്ടായ കാരണം ശാലിനി അവിടെ അന്വേഷിച്ചറിയുന്നുണ്ട്. അന്നേരം അതിന് പിന്നിൽ സുസ്മിതയാണ് കളിച്ചതെന്നുള്ളത്, സോമശേഖരനെ വെച്ച് കളിച്ചതെന്നുള്ളത് അവിടെ ശാലിനിക്ക് മനസ്സിലാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ കത്തിൻ്റെ കാര്യത്തിലൊക്കെ എന്തെങ്കിലും ഒരു വ്യാജ ഇത് കാണണം. സത്യഭാമയുടെ പേരോട് എഴുതി കാണില്ല, നീ ഇവർ എഴുതി ചേർത്തതോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കണം. ശാലിനിയാണെങ്കിൽ സുസ്മിതയെ കാണാനായിട്ട് ആ ഒരു സ്വാമി പൂർണ്ണസ്വരൂപാനന്ദയുടെ ആശ്രമത്തിലേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് ശാലിനി ആദ്യമേ ദേഷ്യത്തിൽ തന്നെയാണ് സംസാരിക്കുന്നത്. കാഷായ വേഷം ധരിച്ച് എന്നെ കളി പഠിപ്പിക്കാൻ വന്നാലുണ്ടല്ലോ എന്നും പറഞ്ഞ് തട്ടിക്കയറി തന്നെയാണ് സംസാരിക്കുന്നത്. അന്നേരം ശാലിനിയുടെ ആ ഒരു സംസാരം സുസ്മിതയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഡി എന്നും പറഞ്ഞിങ്ങനെ കൈ ചൂണ്ടുമ്പോൾ പിന്നെ തിരിച്ച് ആ ഒരു തല്ലാൻ എന്നോണം തന്നെ ശാലിനി കൈയോങ്ങി തന്നെ നിൽക്കുകയാണ്. പക്ഷേ അത് സുസ്മിത തടുക്കുകയാണ് ചെയ്യുന്നത്. അടി ഒന്നും ഉണ്ടാകുന്നില്ല. പക്ഷേ പിന്നീടും ശാലിനി അവിടെ സുസ്മിതയെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. പക്ഷേ സത്യഭാമയെ ഇറക്കിക്കൊണ്ട് വരും എന്നുള്ളത് ശാലിനി ആദ്യം വിചാരിക്കുമ്പോൾ ഭാമയെ ഇറക്കാനായിട്ട് സാധിക്കുന്നില്ല. ഭാമ അവിടെ ആ ഒരു സെല്ലിനകത്ത് തന്നെ കിടക്കുന്നതാണ്. പിന്നീട് അവർ തങ്ങളിൽ എന്തൊക്കെയോ സംസാരങ്ങളും വെല്ലുവിളികളും ഒക്കെ നടക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ശിവനാണെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുന്നുണ്ട്. അന്നേരം ഭാമയെ കാണാനായിട്ട് അവിടെ സോമശേഖരനെ അനുവദിക്കുന്നില്ല. അന്നേരം എനിക്ക് സത്യമായി കാണണം, കണ്ട് സംസാരിക്കണം എന്ന് പറഞ്ഞ സെല്ലിനടുത്തേക്ക് ശിവനാണെങ്കിൽ ചെല്ലുമ്പോൾ പോലീസുകാരെല്ലാവരും കൂടി ചേർന്ന് ഇങ്ങനെ ശിവനെ ഇങ്ങനെ പിടിച്ചു മാറ്റുകയാണ് ചെയ്യുന്നത്. അതിങ്ങനെ ഭാമ സെല്ലിൽ നിന്നുകൊണ്ട് കാണുന്നുമുണ്ട്. അവസാനം ശിവൻ പോലീസുകാരെയൊക്കെ വെട്ടിച്ചുകൊണ്ട് ഭാമയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അന്നേരം നീ എന്തിനാ എന്നെ കാണാൻ വരുന്നത്? ഞാൻ നിൻ്റെ ആരാ? തരുന്ന ശമ്പളത്തിൻ്റെ കൂറ് അത് മാത്രം നീ കാണിച്ചാൽ മതി എന്നിങ്ങനെ ഭാമ പറയുന്നുണ്ട്. അവിടെ ഒരു പ്രശ്നം ഉണ്ടാകണ്ട എന്ന് കരുതി ശിവനോടൊന്ന് പോകാൻ വേണ്ടിയൊക്കെ ആയിരിക്കണം. അതോ ഇനി ശിവൻ്റെ ഈ പ്രകടനങ്ങളൊക്കെ കണ്ടിട്ട് ദേഷ്യപ്പെട്ടാണോ പറയുന്നതെന്നും കാണിക്കുന്നില്ല. അന്നേരം ശിവനാകപ്പാടെ അങ്ങോട്ട് വിഷമം തോന്നുകയാണ് ഭാമ അങ്ങനെ പറഞ്ഞതിൽ. തുടർന്ന് വിഷമത്തോടെ പോലീസ് സ്റ്റേഷനിൽ നിന്നും ശിവൻ ഇറങ്ങി പോകുന്ന ആ ഒരു സീൻ കാണിക്കുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ ശാരികയെ കാണാനായിട്ട് ശാലിനി കുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ ചെല്ലുന്നുണ്ട്. അന്നേരം ഗോപാലകൃഷ്ണൻ അവിടെ ഒരു സമയമുണ്ട് ശാരികയുടെ കാര്യങ്ങൾക്കായിട്ട്. എന്നിട്ട് കുഞ്ഞിനെയും കൊണ്ട് ശാരികയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അന്നേരം ശാരിക അതേ കിടപ്പ് തന്നെയാണ്. മുഖത്തെ മാസ്കൊക്കെ മാറ്റിയിട്ടുണ്ട്. മുഖത്ത് പാടും തലയിൽ കെട്ടുമൊക്കെ ഉണ്ട്. അന്നേരം ഇനി എൻ്റെ ചേച്ചിയുടെ ജീവിതം ഈ കുഞ്ഞിൻ്റെ മോളുടെ ഭാവി കൂടി കണ്ടിട്ടായിരിക്കണം എന്നൊക്കെ പറയുമ്പോൾ ആ കുഞ്ഞിനെ നോക്കി ശാരിക ഇരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ശാരികയ്ക്ക് ആ ഒരു തൻ്റെ ഒരു തെറ്റൊക്കെ മനസ്സിലാവും തോന്നുന്നു. താനിങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ബാക്കിയുള്ളവർ കൂടിയാണ് കഷ്ടപ്പെടുന്നത് എന്നുള്ളത് വീണ്ടും അവിടെ ശാരിക മനസ്സിലാക്കുകയായിരിക്കും. അപ്പോൾ പിന്നീട് വീണ്ടും ശാരിക ജീവിതത്തിലേക്ക് തിരിച്ച് വരികയായിരിക്കും ചെയ്യുന്നത്. അതുവരെ ഈ കുഞ്ഞിനെ ശാലിനിയായിരിക്കും നോക്കുന്നത്. എത്രയുമൊക്കെയാണ് ഈ ഒരു സീനിൽ കാണിക്കുന്നത്. അപ്പോൾ ഭാമയെ എങ്ങനെ രക്ഷിച്ചെടുക്കും എന്നുള്ളതാണ് അവിടെ. സുസ്മിത വീണ്ടും ആ ഒരു കുരുക്കിലാണ് സത്യഭാമ വീഴുന്നതും. ആ ഒരു പണമിടപാട് പ്രശ്നങ്ങളൊക്കെ ഇനി അവസാനിക്കുമോ? മിക്കവാറും കേസ് കോടതിയിലേക്ക് പോകാനാണ് സാധ്യത. അവിടെ നിന്നും ശാലിനിയാണെങ്കിൽ ഇനി അർജുൻ്റെ സഹായത്തോടെയാണോ ആരാണോ എന്തോ വരുന്നത്, പിന്നെ അതോ ഇനി ഇവിടെ വെച്ച് തന്നെ ഒരു കോംപ്രമൈസ് ഉണ്ടാക്കുമോ എന്നുള്ളതാണ്. വീണ്ടും ശിവനെ 2 പ്രാവശ്യം കൊണ്ടുപോയപ്പോഴും ശാലിനി സ്റ്റേഷനിൽ നിന്ന് തന്നെയാണല്ലോ ഇറക്കിക്കൊണ്ട് വന്നത്. അതുപോലെ ഇവിടെ സത്യഭാമയും അങ്ങനെ ഇറക്കിക്കൊണ്ട് വരും. അതായത് കോടതി മുറിയിൽ വെച്ച് സത്യം തെളിയിക്കുകയാണോ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് വരും എപ്പിസോഡുകളിൽ കാണാം. ഓക്കെ, താങ്ക് യു.